അങ്ങനെ ഞങ്ങൾ അർത്തിങ്ക ബസിലിക്കയിലെത്തി. ഈ ബസിലിക്ക കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇത് ആക്ച്വലി 2010 ബസിലിക്കയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ബസിലിക്കയ്ക്ക് ശരിക്കും ഒരു നൂറ്റാണ്ടിൻ്റെ അല്ല, പല നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ്. അതായത് 16th സെഞ്ച്വറി ഒരു 1581 പോർച്ചുഗീസിൽ നിന്ന് വന്ന കുറേ മിഷണറീസാണ് ഇവിടെ ഈ പള്ളി സ്ഥാപിച്ചിട്ടുള്ളത്. ഫാദർ ജാക്കോബോ ഫെമിനിയോ എന്ന് പറയുന്ന ഒരച്ഛനാണ് ഇതിൻ്റെ ഫൗണ്ടറായിട്ട് മെയിനായിട്ട് പറയുന്നത്. അതായത് അവിടെയുള്ള ആളുകളൊക്കെ അർത്തിങ്കൽ വെളുത്തച്ഛൻ എന്ന് പറയുന്നത് ഈ അച്ഛനെയാണെന്നും പറയുന്നു. പിന്നെ ചിലവർ പറയുന്നത് ഇവിടുത്തെ സെബസ്ത്യാനോസ് പുണ്യാളനെയാണ് അങ്ങനെ പറയുന്നതെന്ന്. സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ ഇവിടെ ഒരു രൂപമുണ്ട് ഫേമസ് ആയിട്ടുള്ളത്. ഇതും പോർച്ചുഗീസിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇവിടുത്തെ മെയിൻ പെരുന്നാൾ എന്ന് പറയുന്നതും ജനുവരിയിൽ നടക്കുന്ന സെബസ്ത്യാനോസിൻ്റെ പെരുന്നാളാണ്. ഇവിടുന്ന് ഞങ്ങൾ പിന്നെ നേരെ ബീച്ചിലോട്ട് പോയി. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ ഉള്ളെന്നാണ് എനിക്ക് തോന്നണേ. ഫ്രണ്ടിലോട്ട് റോഡ് കിടപ്പുണ്ട്, അത് നേരെ ചെല്ലുന്ന അർത്തിങ്ക ബീച്ചിലോട്ടാണ്. ഇത് ഭയങ്കര ലെങ്തി ആയിട്ട് കിടക്കുന്ന ഒരു ബീച്ചാണ്. ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. ഞങ്ങളവിടെ ചെന്ന ടൈമിൽ അവിടെ JCB വെച്ചിട്ട് അവിടുത്തെ മണ്ണ് മാറ്റുന്നുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടോ? ഇതിനെ പോയി വെട്ടുകയെന്നോ അങ്ങനെ എന്തോ പറയുന്നതെന്നാണ് അവിടെയുള്ള ലോക്കൽസ് പറഞ്ഞത്. ഇനി ഞാൻ കേട്ടതിൻ്റെ കുഴപ്പമാണോ, ഞാൻ ഈ പറഞ്ഞ പേര് തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല. പറഞ്ഞത് ആക്ച്വലി ഈ കടലിലെ വെള്ളം കൃഷി സ്ഥലത്തോട്ട് ആയിട്ട് കണക്ട് ചെയ്യുവാണ്. അപ്പം എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഞാൻ ഓർത്തു വെള്ളം മഴക്കാലമായതുകൊണ്ട് വെള്ളം കൂടിയുകൊണ്ട് അവിടെ നിന്ന് വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്ന കടലിലോട്ട് ഒഴുക്കി വിടുവാന്നാണ്. പക്ഷെ വേറെ ചിലർ പറഞ്ഞു കടലിലെ മീൻ നേരെ അങ്ങോട്ട് കയറാൻ വേണ്ടിയാണ് ഇങ്ങനെ വെട്ടുന്നതെന്നും പറയുന്നു. പക്ഷേ ആക്ച്വലി ഇത് എന്തിനാണ് വെട്ടുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ എന്തായാലും ഇത് ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നത്. അത് കഴിഞ്ഞ് കുറേ നേരം ഞങ്ങൾ ബീച്ചിൻ്റെ അവിടേക്ക് നിന്നു, ബീച്ചൊക്കെ കണ്ടു. പിന്നെ രാത്രി ആകുന്നതിന് മുന്നേ തിരിച്ചു പോകുന്ന ചാച്ചൻ പറഞ്ഞു. ചാച്ചന് രാത്രി ആയിക്കഴിഞ്ഞാൽ സ്കൂട്ടർ ഓടിക്കാൻ ഭയങ്കര ടഫാണെന്നാണ് പറയുന്നത്. ടഫല്ല, ദാറ്റ് മീൻസ് ഈ ഓപ്പോസിറ്റ് വരുന്നവർ എന്ത് ചെയ്താൽ ഡിമ്മിടില്ല, എപ്പോഴും ബ്രൈറ്റ് ഇട്ടിട്ടാണ് വരുന്നത്. നമ്മളെപ്പോഴും റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ളവരെയും കൂടെ കൺസിഡർ ചെയ്യുന്ന കുറച്ച് നല്ല കാര്യമല്ലേ. അപ്പോൾ എന്തായാലും ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഞങ്ങൾ എന്തായാലും നേരത്തെ ഇറങ്ങാൻ ഓർത്തു. സൺസെറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തില്ല. സൺസെറ്റ് ആവുന്ന വ്യൂ കണ്ടിട്ട് ഞങ്ങൾ എന്തായാലും തിരിച്ചു പോന്നു. ഞങ്ങളെന്തായാലും പോകുന്ന ടൈമിൽ എന്തായാലും ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.